ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഈശോ നമ്മുടെ ആനന്ദമാണ്, ഈശോ നമ്മുടെ ബലമാണ്, ഈശോ നമ്മുടെ പ്രത്യാശയാണ്, ഈശോ നമ്മുടെ രക്ഷയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. If Jesus is not there, we will not be here. തമ്പുരാനില്ലേ എൻ്റെ മക്കളെ, നമ്മൾ ക്യാൻസലാ. നമ്മൾ ക്യാൻസൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളെ പിശാച് കൊല്ലും. ഈ ലോകത്തിന്റെ ഭാരം എന്ന് പറഞ്ഞല്ലേ, ലിഖിത നിയമങ്ങളെ നിരായുധമാക്കുന്ന കർത്താവിന്റെ കുരിശ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു പുതിയ തിയറി പഠിപ്പിക്കുക, ഒരു പുതിയ തിയറി. ഈ പിള്ളേരെ കാണും, കൊച്ചുങ്ങളെ കാണും, എന്ത് സ്മാർട്ടായി കൊച്ചുങ്ങൾ. കഴിഞ്ഞ ദിവസം 15 വയസ്സുള്ള അവൻ PhD എടുത്തു കഴിഞ്ഞിരിക്കുക. സോ ബ്രില്യൻറ്റ്. നമ്മുടെ കാർലോ അക്യുത്തീസ്, നമ്മുടെ വിശുദ്ധൻ, 11-ാം വയസ്സിൽ 2001 ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞെക്കിപ്പിടിക്കാനല്ലാതെ എനിക്ക് ഇന്ന് വരെ ഈ കമ്പ്യൂട്ടർ ചെയ്യാൻ അറിയത്തില്ല. അത്യാവശ്യം എന്തെങ്കിലും തട്ടിക്കൂട്ടാനല്ലാതെ ഒരു പണി അറിയത്തില്ല. 11 വയസ്സുള്ള ചെക്കൻ, അവൻ കമ്പ്യൂട്ടറിൽ, നമ്മൾ പറയുന്നില്ല കമ്പ്യൂട്ടർ ബോയ് ആയിരുന്നതൊക്കെ, കമ്പ്യൂട്ടറിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ ബോയിയാ. ഞാനും ഞങ്ങൾ കമ്പ്യൂട്ടർ കണ്ടെത്തുന്നതല്ല, അവൻ കണ്ടുകൊണ്ട് ഞങ്ങൾ ചെറുതാക്കികളല്ലേ. ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇഷ്ടമില്ലായിരുന്നു, ഈ കാർലോ അക്യുട്ടീസിനെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? കാണേണ്ടത് കാണാതെ കാണണ്ടാത്തത് കണ്ടിട്ട് നമ്മളിത് പറഞ്ഞേക്കുക. കുർബാനയുടെ മുമ്പിൽ 7-ാം വയസ്സിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച കൊച്ചിന്റെ പേരാ കാർലോ അക്യുട്ടീസ്. ജീൻസ് ഇട്ടു, ബനിയനിട്ടു. ജീൻസും ബനിയനൊന്നും അല്ല മക്കളെ, ഹൃദയവ, ആത്മാവ പ്രധാനപ്പെട്ടത്. എനിക്കൊന്ന് വല്ലാതെ നമ്മളങ്ങോട്ട് ആ കൊച്ചിനെ അങ്ങോട്ട്, ഞാൻ സത്യം പറയുക, ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ കേട്ടേക്കുന്നത്, അതുകൊണ്ട് വായിക്കാൻ താല്പര്യമില്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പുണ്യാളിനെ പറ്റി പ്രാർത്ഥിച്ചപ്പോൾ he became my master, a master of the Eucharist. മൈനസ് സെമിനാരി പഠിച്ചിട്ടില്ല. സെമിനാരിക്കല്ല എഴുന്നേറ്റ് പോയെന്ന് തോന്നില്ല, അവിടെ ആരും കാണുന്നില്ലല്ലോ. സെമിനാരി പിള്ളേർ എഴുന്നേറ്റ് പോയാൽ അവിടുന്ന് മരുപോയി. മൈനസ് സെമിനാരി പോലും എടുത്തിട്ടില്ല. 7 വയസ്സെന്ന് പറഞ്ഞാൽ 2-ാം ക്ലാസ്. 2-ാം ക്ലാസ്സിൽ ആദ്യ കുർബാന സ്വീകരിക്കുക. ഈശോയോടുള്ള വലിയൊരു സ്നേഹം ഈ കൊച്ചിൽ നിന്ന്. ഇതൊക്കെ നമ്മൾ അതൊന്നും മിണ്ടുന്നില്ല. എന്താ പറ്റിയോ ഈ മനുഷ്യർക്ക് എനിക്കറിയത്തില്ല. സത്യത്തിൽ കാർലോ അക്യുട്ടീസിന്റെ ഫസ്റ്റ് ക്ലാസ് കലിക്ക് വന്നിട്ട് ഞാൻ തൊട്ട് മുത്തിച്ച് പോകുന്നു. എല്ലാവരും മുത്തിയത് കൊണ്ട് ഞാനും പോയി മുത്തിയതാണ്. ഇപ്പം കുറ്റബോധം തോന്നുന്നത് പബ്ലിക്കായിട്ട് കുമ്പസാരം നടത്തിയത്. ഇത്രയും കുർബാനയെ സ്നേഹിച്ച പറയും. ആരോ പറഞ്ഞു ഹോളി ലാൻഡിൽ പോകാൻ ഇഷ്ടമായിട്ട്, അങ്ങനെ അല്ല അതിൻ്റെ വ്യാഖ്യാനം. നമ്മൾ ചെറുതാക്കി കളയല്ല. വേറെ എങ്ങും പോകാൻ ഇഷ്ടമില്ല, കുർബാനയുടെ മുമ്പിൽ പോകാൻ മാത്രം ഇഷ്ടമുള്ളൊരു പുണ്യാളൻ. അയ്യോ സാറാണ് പറഞ്ഞത് ഇടവപ്പള്ളി മാത്രം പോയ വിശ്വാസം, അങ്ങനൊന്നും അല്ല അതിൻ്റെ വ്യാഖ്യാനം. നമ്മൾ വ്യാഖ്യാനിച്ച് കളയില്ല ഒരു വിശുദ്ധനെയൊക്കെ, അവരുടെയൊക്കെ ഉള്ളിലെ വിശുദ്ധിയുടെ നറുമണത്തെ പറ്റി നമ്മൾ പ്രസംഗിക്കണം. ഇല്ലാത്ത കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നേ. ഈ വിശുദ്ധൻ 7 വയസ്സ്, 11-ാം വയസ്സിൽ വെബ്സൈറ്റ് ഉണ്ടാക്കും. 136 ലോകമെമ്പാടും നടന്ന 136 ദിവ്യകാഴ്ച. നിങ്ങൾക്ക് എത്ര അറിയാം? 4 എനിക്ക് പറയാൻ പറ്റും. നിങ്ങളിപ്പം വിളക്കന്നൂരിലെ പറയുമായിരിക്കും. ചരിത്രത്തിൽ ഇന്ന് വരെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഈ 11-ാം വയസ്സിൽ ഈ കൊച്ചു തേടിപ്പോണെങ്കിൽ അവൻ്റെ എന്തൊരു അഭിഷേകം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 10 പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു നാൻസിയാനയൊക്കെ ചിലപ്പോൾ ഞാനത് പറയും, എനിക്കതൊക്കെ അറിയത്തുള്ളൂ. നാൻസിയാന ഒരു അത്ഭുതം. കുർബാന ഇങ്ങനെ
കുർബാന ഇങ്ങനെ തിരിച്ചോര ഇങ്ങനെ രക്തമായിട്ട് ഇങ്ങനെ ഉരുകുന്ന ലാൻസിയാനോ. അച്ഛൻ കുർബാനയില്ല, വിശ്വാസമില്ലാന്നൊക്കെ ചൊല്ലിയതാണ്. അല്ല, വിശ്വാസമില്ലാതല്ല, അത് നമ്മൾ വെറുതെ പറഞ്ഞു കളയല്ല. വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി തീർത്ഥാടനം നടത്തുക റോമിലേക്ക്. അങ്ങനെ ഒന്ന് ലാൻസിയാനോ പള്ളിയിൽ കുർബാനയൊല്ലാന്ന് എൻ്റെ കർത്താവേ എനിക്ക് ഇനിയും വിശ്വാസം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് കുർബാനയൊല്ലാൻ വേണ്ടി അപ്പം മുറിച്ചപ്പോൾ അപ്പത്തിൽ ചോരത്തുള്ളികൾ ഇറ്റ് വീണ് കോർപ്പകൽ, ആ വിരിച്ച വെള്ളത്തുള്ളിൻ്റെ പേര് കോർപ്പൽ നനഞ്ഞു. 136 ദിവ്യകാല ലോകം ദൈവങ്ങൾ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. നമുക്ക് താല്പര്യമില്ലായിരുന്നു അന്നേ. കാർലോ അക്യുറ്റിസ് ഒരുക്കിയ 136 ദിവ്യകാലത്തിന്റെ എക്സ്പോ ഈ കൂടാരത്തിൽ നടന്നിട്ട് 3 വർഷം മുമ്പ്. നമുക്ക് താല്പര്യമില്ല, നമുക്കൊന്നും എനിക്ക് എന്താ കാര്യമുള്ളേ. മക്കളെ, ഈ ദിവ്യകാരനെ അത്ഭുതവുമായിട്ട് ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കുന്ന ഒരു അപ്പൻ്റെ അമ്മയുടെ മോൻ ഇന്നൊരു പുരോഹിതനാണ്. കുർബാനയുടെ അത്ഭുതങ്ങളുമായിട്ട് നമ്മുടെ ഇവിടെ വന്നു. ഒരു 3 കൊല്ലം മുമ്പ് നമ്മുടെ കൺവെൻഷൻ സമയത്ത്, ബൈബിൾ കൺവെൻഷൻ നടന്നപ്പോൾ ആ കൊച്ചിപ്പം കാർലോ അക്യുറ്റിസിൻ്റെ എന്തോ ഒരു ഏഷ്യൻ ഇതിൻ്റെ ഇതായിട്ട് മാറി കൊച്ച് ഭയങ്കര തീഷ്ണത അവന്. അപ്പനും അമ്മയ്ക്കും ദിവ്യകാരുണ്യത്തോട് തീഷ്ണത തോന്നിയ മക്കൾക്ക് തീഷ്ണത നിശ്ചയമായിട്ടും ഉണ്ടാകും. നമ്മളെ ജീവിതത്തെ മുഴുവൻ ഇങ്ങനെ ഒരു എന്തോ സെലിബ്രേറ്റിങ്. എന്നെ സെലിബ്രേറ്റ് കള്ളു കുടിക്കാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ? കള്ളു കുടിക്കാൻ പോകുന്നത് എന്തിനാ? കള്ളു കുടിക്കാൻ പോകുന്നൊരു ചേട്ടൻ പറഞ്ഞതാ. അമ്മച്ചൻ കള്ളു കുടിക്കുമോ? ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുന്നില്ല. കള്ളു കുടിക്കുന്ന ആരെങ്കിലും പറഞ്ഞു എന്തിനാ കള്ളു കുടിക്കാൻ പോണേ? ഒരു സന്തോഷം കിട്ടാൻ, ഒരാനന്ദം കിട്ടാൻ, കൈയടിച്ചൊരു പാട്ട് പാടാനല്ലേ? ദിവ്യകാരുണ്യം തരുന്ന ലഹരി അതിന്റെ 1000 മടങ്ങ്, കുർബാന തരുന്ന ആനന്ദം അതിന്റെ 1000 മടങ്ങ്, കുർബാന തരുന്ന സന്തോഷം അതിന്റെ 10,000 മടങ്ങ്. ഇത്രയും വലിയ കൃപയും ഇത്രയും ഭയങ്കര ലഹരിയുമാണ് ക്രിസ്തു. ഇത് തിരിച്ചറിഞ്ഞ കൊച്ചു കുഞ്ഞിൻ്റെ പേരാന്നേ വിശുദ്ധ കാർലോ അക്യുറ്റിസ്. എന്നിട്ട് അവൻ തൊപ്പി വെച്ചു, അവൻ പടം വരച്ചു, അവൻ ഫുട്ബോൾ കളിച്ചു. ഇതൊക്കെ നമുക്ക് പറയാനുള്ളൂ. വഴി കൂടെ പോകുമ്പോൾ ഒരു പള്ളി കണ്ടാൽ അവൻ പറയും നോക്കിക്കേ ഈശോ അവിടെ ഒറ്റയ്ക്കായിരിക്കും, ഞാനൊന്ന് പോയി കണ്ടേച്ച് വരാം കേട്ടോ. അപ്പനെ കാണാൻ പോകുന്നില്ല, അമ്മയെ കാണാൻ പോകുന്നില്ല, ഫ്രണ്ടിനെ കാണാൻ പോകുന്നില്ല, ഓടിക്കേറും പള്ളിക്കകത്തോട്ട് വരും. അതാ വിശുദ്ധ കാർലോ അക്യുറ്റിസ്. ഞങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ. അംബ്രോസ് പിതാവ് അവിടെയുണ്ട്, വിജയപുരം രൂപത ആ കത്തീഡ്രലൊക്കെ പണിത്. പുണ്യാളനെ വിശുദ്ധനാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വിയർക്കണം, വത്തിക്കാനി കയറി ഇറങ്ങി നടക്കണം. ഈ 15കാരനെ വിശുദ്ധനാക്കാൻ ആരും കയറി ഇറങ്ങിയൊന്നും നടന്നില്ല. നമുക്കറിയോ? അത് മരിച്ചിട്ട് 2006 19 വർഷം ബോഡി അതുപോലെ ഇരിക്കുക. അവൻ ആകപ്പാട് ഇഷ്ടമുണ്ടായിരുന്നൊരു സ്ഥലം, ഏറ്റവും ഇഷ്ടമുള്ള പുണ്യാളൻ അതായിരുന്നല്ലോ, ഹല്ലേലൂയ, അസീസിലെ ഫ്രാൻസിസ്. അതുകൊണ്ട് ഒരു ആഗ്രഹം എഴുതി വെച്ചു, എന്നെ അടക്കുന്നത് അസീസിൽ കൊണ്ടുപോകണം, അസീസിൽ കൊണ്ടുപോയി ശവസംസ്കാരം നടത്തണം. മക്കളെ, ബാക്കി നിങ്ങൾ രാവിലത്തെ ശുശ്രൂഷകളും കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ശുശ്രൂഷ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേട്ടോ. അക്യുറ്റിസിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജീവിതത്തിലൊക്കെ എന്ത് മനോഹാരിതയുണ്ടെന്നറിയോ? ഈ കത്തിച്ച് വെച്ചിരിക്കുന്ന തിരിക്കും, ഈ ആൾത്താരിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന പൂവിനും, ആ ഉയർന്നു നിൽക്കുന്ന കുരിശുരൂപത്തിനും, ആ കരുണയുടെ നാഥനും, ആ പരിശുദ്ധ വിമലഗിരി മാതാവിനും, ഈ വിശുദ്ധ അന്തോനീസിനും ഒക്കെ എന്തോ ഒരു ആനന്ദം തരാൻ കഴിവുണ്ടെന്നറിയാവോ? എൻജോയ് ഇറ്റ് മക്കളെ. ഇത് നിങ്ങൾ ആസ്വദിക്കണം, ഇത് നിങ്ങളുടെ ആനന്ദമായി മാറണം. പുണ്യാളം പറയുന്നുണ്ട് അമ്മയോട്, എൻ്റെ അമ്മ ഓരോ പ്രോഗ്രാം സ്റ്റേഡിയത്തിന് മുമ്പിലൊക്കെ എന്തുമാത്രം ക്യൂ ആയി മനുഷ്യന്മാർ നിൽക്കുന്നത്. ഒരു പന്ത് കളി കാണാൻ, ഒരു സിനിമാ താരത്തെ കാണാൻ, ഒരു ഡാൻസ് കാണാൻ. ശരിക്കും അറിയാമെങ്കിൽ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും ദൈവജനം ഇത് തിങ്ങിക്കൂടുമായിരുന്നല്ലോ. ഈ കുർബാനയിലേക്ക് യേശു ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ക്രിസ്ത്യാനിക്ക് താല്പര്യമില്ല പള്ളിക്കകത്ത്, പിന്നെ വല്ലവനും. ഈ കൊച്ചി ചോദിക്കുന്നത് എന്തിനാണോ ഈ സ്റ്റേഡിയത്തിലേക്ക് ആള് കൂടുന്നത്? അരമണിക്കൂർ നേരം അല്ല 1 മണിക്കൂർ നേരം നമ്മളൊരു ഗെയിം കാണാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, പണ്ടൊക്കെ ശ്രദ്ധിക്കുക. ഈ ക്രിക്കറ്റ് നടക്കുമായിരുന്നു, ബോംബെ നടന്നു, കൊച്ചിയിൽ നടന്നു, ഇവിടുന്നൊക്കെ കെട്ടിയെടുത്ത് പോവുക ഓരോരുത്തന്മാർ കൊച്ചി ക്രിക്കറ്റ് കാണാൻ. ഇടവകപ്പള്ളിയിലേക്ക് ക്രിസ്തുവിനെ കാണാൻ നമുക്ക് താല്പര്യമില്ല. പണ്ടൊരിക്കൽ ഒരു കട വെഞ്ചരിക്കാൻ പോയി, പറയാൻ കൊള്ളില്ല. അത് കഴിഞ്ഞ് സിനിമാ നടിയാ കട വെഞ്ചരിക്കുന്നത്, കട ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാനിതൊന്നും പറയും ഗതികേടിന്, അങ്ങനെ തന്നെയാ ഗതികേടിനാ കട വെഞ്ചരിക്കുക. ഇവരെന്നോട് പറഞ്ഞില്ല അത് കഴിഞ്ഞ് അവിടെ ഉദ്ഘാടനം ഉണ്ടെന്ന്. ഞാൻ നോക്കി ആ നാട്ടിലെ ചെറുക്കന്മാരെല്ലാം ഇങ്ങനെ ചുറ്റിനും കൂടി നിൽക്കുക സിനിമാ നടിയെ കാണാൻ. ഞാൻ വെഞ്ചരിച്ചിട്ട് പുറയിലത്തെ വാതിൽ കൂടെ ഞാൻ സ്ഥലം വിട്ടു. ദൈവമക്കളെ കുർബാന കാണാനായിട്ട്, ദിവ്യകാരുണ്യനാഥനെ കാണാനായിട്ട് ആരാ മക്കളെ ഓടിക്കൂടുന്നത്? ഹല്ലേലൂയ. കാർലോ അക്വിറ്റസിനെ പറ്റി പറഞ്ഞത് കൊണ്ട് പോയത്. നമുക്ക് തിരുവചനത്തിലേക്ക് തിരിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. യേശു അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ എന്ത് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ ചോദ്യങ്ങളൊക്കെ ചങ്കി കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളാണ്. ഫിലിപ്പോസൊക്കെ ഇച്ചിരി കഴിയും 14-ാമത്തെ ചോദ്യം, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചതാ, ഞങ്ങൾക്ക് അതുമാത്രം മതി. യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കിക്കോ. വെറുതെ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ സുവിശേഷം എഴുതി കാണും. അടുത്ത ഹോംവർക്ക് തരട്ടെ, യോഹന്നാന്റെ സുവിശേഷത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചേ. ഇവിടെ ചോദിക്കുക, അവർ ചോദിക്കുക, കർത്താവെ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാം ചോദ്യമല്ലേ. ഈശോ പറയും, നമുക്ക് കേൾക്കാം. യേശു പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. ദൈവത്തിന് ഇഷ്ടം എന്നാന്നറിയാമോ? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിന്റെ ജീവിതം മാറും. പൈതലേ, ക്രിസ്തുവെന്ന അച്ചുതണ്ടിൽ നീ തിരിഞ്ഞുകൊണ്ടിരുന്ന നിന്റെ ജീവിതം മാറും, നിന്റെ കാലങ്ങൾ മാറും, നിന്റെ ദിവസങ്ങൾ മാറും. ക്രിസ്തുവിൽ നീ ആരും ആയിക്കൊള്ളട്ടെ, എത്ര തകർന്ന തരിപ്പണമായി. ഈ വിശുദ്ധ കാർലോ അക്വിറ്റസ് നൽകുന്ന ഒരു ഗ്യാരണ്ടി അതല്ലേ? വിശുദ്ധ കാർലോ അക്വിറ്റസ് തരുന്ന ഒരു ഗ്യാരണ്ടി അതാ മക്കളെ. അടുത്ത വിശുദ്ധന്റെ കാര്യം നിങ്ങൾക്കറിയില്ല, 24 വയസ്സുള്ള പിയർ ജിയോർജിയോ ഫ്രസാറ്റി. 24 വയസ്സ്, നല്ല കാശുള്ള വീട്ടിലെ ചെറുക്കനായിരുന്നു. പോക്കറ്റിലിരിക്കുന്ന കാശ് പാൻറ് വാങ്ങിക്കാനും ഷർട്ട് വാങ്ങിക്കാനുമല്ല, പാൻറ്റില്ലാത്തവനും ഷർട്ടില്ലാത്തവനും പാൻറ്റും ഷർട്ടും വാങ്ങിക്കാൻ. അവൻ കയറിയിട്ട് ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കാനില്ല. ഇന്നത്തെ യുവജനങ്ങളുടെ ഹരവതല്ല ഫാസ്റ്റ് ഫുഡ്. അവനെന്തിനാ ഇറങ്ങിയെന്നറിയോ? ആ പണം ഭക്ഷണമില്ലാത്തവന്. ഈ ഫ്രസാറ്റിയുടെ പിയർ ജിയോർജിയോ ഫ്രസാറ്റിയുടെ കോഫിനെടുക്കാൻ, ശവപ്പെട്ടി എടുക്കാൻ പാവങ്ങൾ ഇടിച്ചുകൂടി. ആ ദേശത്തുള്ള പാവങ്ങളെല്ലാം വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ വായിക്കാൻ പറ്റുന്നതൊക്കെ വായിക്കുക. 2 ദിവസം ഈ 2 പുണ്യാളന്മാരെ പറ്റി നല്ല ക്ലിപ്പുകളുണ്ട്, വീഡിയോ ക്ലിപ്പുകളുണ്ട്. ഫ്രസാറ്റി കുടുംബം സമ്പത്തുള്ള കുടുംബമാണ്. ഫ്രസാറ്റി കുടുംബത്തെ കാണാൻ വന്നതല്ല, അവര് വന്നത് അവരുടെ പ്രിയപ്പെട്ട പിയറിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അവർക്ക് ഭക്ഷണം തന്ന, അവര് വേദനിച്ചപ്പോ ഒറ്റപ്പെട്ടപ്പോ കൂടെ നിന്ന. ഹല്ലേലൂയ. ദൈവമക്കളെ, ദിവ്യകാരുണ്യം നമ്മളെ ക്രിസ്തുവാക്കി മാറ്റണം. ക്രിസ്തുവിനെ പോലെയൊക്കെ പെരുമാറിയ വെർസോ അലാർത്രോ അല്ലേ, വെർസോ അലാർത്രോ, വേർ ദ ഹൈറ്റ്സ്, ടുവേർഡ്സ് ദ ഹൈറ്റ്സ്. വെർസോ അലാർത്രോ, വെർസോ അലാർത്രോ, എന്താ ടുവേർഡ്സ് ദ ഹൈറ്റ്. ജീവിതത്തിലൊക്കെ ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് മക്കളെ. ജീവിതത്തിൽ കർത്താവ് നമ്മളെ ഒരുപാട് ഉയർത്താനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് അയച്ചവനെ കർത്താവിനെ കണ്ണു അടച്ചങ്ങോട്ട് വിശ്വസിക്കണം. അവിടുത്തെ കുർബാനയ്ക്ക് പറഞ്ഞതാ, റെപ്പിറ്റേഷനാ, എന്നാലും പറയുക, 14 വയസ്സുള്ള ചെറുക്കന് ബ്ലഡ് ക്യാൻസർ വന്നാൽ നിങ്ങൾ എന്നാ പറയും? അങ്ങനെ വരാതിരിക്കട്ടെ. 14 വയസ്സുള്ള നിങ്ങളുടെ ചെറുക്കന്, കൊച്ചിന് ഒറ്റ പോനാ ബ്ലഡ് ക്യാൻസർ വന്നാൽ നോക്ക്, 2001 എന്നാ പറയുന്നുള്ളൂ? എന്തൊരു ദുരന്തമാ ദൈവമേ. 7-ാം വയസ്സിൽ കുർബാന സ്വീകരിച്ച് കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി അവനെ നീ കൊണ്ടുപോയല്ലോ. 2025 അതിനുള്ള ഉത്തരവാ മക്കളെ. 14 വയസ്സുകാരന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചത്
ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് തങ്ങളുടെ കുടുംബാംഗം, തങ്ങളുടെ മകൻ വിശുദ്ധനാകുന്ന സമയത്ത് അപ്പനും അമ്മയും 2 സഹോദരങ്ങൾ കൂടെ തിരുവൾത്താരിൽ കടന്നു വരാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. നമ്മളെ ചോദിക്കുക, എന്തിനാ ഈ അസുഖം വന്നത്, എന്തിനാ ഈ രോഗം വന്നത്? ആൻസർ ഈസ് ഗോഡ്, ആൻസർ ഈസ് ഹെവൻ. എന്തുകൊണ്ട് ഈ ദുഃഖം? ആൻസർ ഈസ് ഹെവൻ, ആൻസർ ഈസ് ഗോഡ്. എന്തുകൊണ്ട് ഈ ജീവിത പ്രശ്നം? ആൻസർ ഈസ് ഗോഡ്, ആൻസർ ഈസ് ഹെവൻ. സ്വർഗ്ഗമാക്കൾ ഉത്തരം. എന്തിനീ പൗരോഹിത്യം? ഉത്തരം ദൈവം, ഉത്തരം സ്വർഗ്ഗം. എന്തിനീ സന്യാസം? ഉത്തരം ദൈവം, ഉത്തരം സ്വർഗ്ഗം. ജീവിതത്തിന് നൊമ്പരങ്ങൾ, ഉത്തരം ദൈവം, ഉത്തരം സ്വർഗ്ഗം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കയ്യിന്ന് കളിപ്പാട്ടം താഴെ പോകുമ്പോൾ കൈയടിച്ച് ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ കണ്ടില്ല, പിന്നെ ആരാ കാണാൻ പോകുന്നത്? കളിപ്പാട്ടവാ താഴോട്ട് വീണ് പൊട്ടിയത്. ഇത് കണ്ട് കൈയടിച്ച് ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിലൊക്കെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ഇതുപോലെ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിൻസ് ലൂക്കോസ് എന്ന മകൻ ഈ കൂടാരവും വിമലഗിരിയിലും കയറി ഇറങ്ങി നടന്നതാണ്. അതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധനായിട്ടുള്ളൊരു യുവാവ്, അവൻ വെള്ള നിറമുള്ളവനായിരുന്നു, അവന് വെള്ളവസ്ത്രമായിരുന്നു, അവൻ്റെ ഹൃദയത്തിന് തൂമഞ്ഞിൻ്റെ നിറമായിരുന്നു. എനിക്കത്രേ പറയാനുള്ളൂ. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എൻ്റെ സഹോദരൻ, ഈ കൂണാരത്തിൽ വരുന്നവരൊക്കെ എൻ്റെ സ്വന്തക്കാരാണ്. ഇന്നെങ്കിലും ഞാൻ പബ്ലിക്കായിട്ട് അനുസ്മരിച്ചില്ലെങ്കിൽ നന്ദി കേടാ. ഞാൻ ഈ പണിക്കിറങ്ങല് പിന്നെ അതുകൊണ്ടൊന്ന് അനുസ്മരിച്ചതാണ്. ഒറ്റ ചൊവ്വാഴ്ച രാവിലെ അവിടെ വരും, വൈകിട്ട് ഇവിടെ വരും. ഒറ്റ ചൊവ്വാഴ്ചയില്ലാതെ തൂമഞ്ഞിൻ്റെ വെണ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം അതൊക്കെ ഉള്ളു മക്കളെ. 20 വർഷങ്ങൾക്ക് ശേഷം 2006 കാർലോ കിറ്റിസ് മരിക്കുന്നത്. ഇന്നും ആ ബോഡി അങ്ങനെ ഇരിക്കുക. പിയർ ജിയോർജിയോ ഫസാറ്റി മരിച്ചിട്ട് 100 വർഷമായി. ശരീരം അങ്ങനെ ഇരിക്കുക. അഴുകാത്ത ശരീരങ്ങൾ. ക്രിസ്തു അഴുകുന്നില്ല, സുവിശേഷം അഴുകുന്നില്ല. Christ cannot be decayed, gospel cannot be decayed. ഈ മരുന്നെല്ലാം കൂടെ വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. ക്രിസ്തുവിന് രോഗം പിടിക്കുന്നില്ല, സുവിശേഷത്തിന് രോഗം പിടിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ ധൈര്യത്തോടെ എന്തായാലും വിശ്വാസിക്ക് ജീവിക്കാം. അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട്. നമ്മുടെയൊക്കെ കുഴപ്പം മക്കളെ, ഏതോ അച്ഛൻ ഏതാണ്ട് പറഞ്ഞു അതൊക്കെ കേട്ടുകൊണ്ട് പോവുക. Have you seen Christ? Have you seen his wounds? ക്രിസ്തുവിന്റെ മുറിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യോഹന്നാൻ ഭ്രാന്ത് പിടിച്ച് പാത്മോസ് ജീവിക്കണമെന്ന് പറഞ്ഞു. അവൻ സ്നേഹമായിരുന്നു, അവൻ സ്നേഹമായിരുന്നു, അവൻ സ്നേഹമായിരുന്നു. അവൻ പറഞ്ഞു, എഴുതുമ്പം എഴുതി, ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, കൈകൊണ്ട് തൊട്ടത്. നമുക്കിതൊക്കെ സാഹിത്യം മക്കളെ, സാഹിത്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് സാഹിത്യമാണോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ സാഹിത്യമാണ്. എൻ്റെ അപ്പൻ്റെ സ്വരം എനിക്ക് ചെവി കേൾക്കാം. എൻ്റെ അപ്പൻ എൻ്റെ കയ്യെ പിടിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എൻ്റെ അപ്പൻ്റെ സ്വരം ടോൺ എനിക്കിപ്പം കേൾക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ ആ ചെയറിൽ അപ്പൻ ഇരിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവമക്കളെ, ക്രിസ്തുവിനെ, നിന്റെ വീട്ടിലെ കസേരയിലിരിക്കുന്ന ക്രിസ്തുവിനെ നീ കണ്ടിട്ടുണ്ടോ? നിന്നോട് സംസാരിച്ച ക്രിസ്തുവിനെ നീ കണ്ടിട്ടുണ്ടോ? നിന്നെ വാരിപ്പുണർന്ന, നിന്റെ കയ്യിൽ കോരിയെടുത്ത ക്രിസ്തുവിനെ നീ കണ്ടിട്ടുണ്ടോ? പറയാൻ നോക്കി. അതേ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഏത്? ഞങ്ങൾ കണ്ട്
നിന്നെ വിശ്വസിക്കേണ്ടതിന് കാണാതെ വിശ്വസിക്കല്ലോ നിങ്ങൾ, കാണണം. കാഴ്ചകൾക്ക് അപ്പുറത്തുള്ളൊരു കാഴ്ച. എന്നൊരു അമ്മയുടെ സാക്ഷ്യം കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കാമെങ്കിൽ കേട്ടോ. വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മകള് UK ഒരു ട്രയലിന് നിൽക്കുന്നത് കാണുക. 3 സായിപ്പന്മാർ നിന്ന് മകളെ ചോദ്യം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ കണ്ടെന്ന് നിന്ന് സാക്ഷ്യം പറയുക. മകള് പറഞ്ഞു കൊടുത്തൊന്നുമില്ല, അമ്മയെ ഞാൻ ട്രയലിന് പോവാന്നൊന്നും പറഞ്ഞില്ല, കോടതിയിലെ മുമ്പിൽ നിൽക്കുക, ജോലി പോവാ, വല്ലപ്പടി ജയിലിലിടും. അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് 3 മണിക്ക് എഴുന്നേറ്റാലൊന്നും ക്ഷീണമില്ലെന്നേ, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ക്ഷീണമില്ലെന്നേ. അമ്മ പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞ സാക്ഷ്യമാണ്, ഞാൻ കണ്ടു 3 സായിപ്പന്മാരുടെ മുമ്പിൽ എൻ്റെ മോള് നിൽക്കുന്നത്. അമ്മ ഇവിടെ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. യഥാർത്ഥ പ്രതി ഇംഗ്ലീഷുകാരൻ സായിപ്പ, അവനാണ് പ്രതി, അവനാണ് മെയിൻ നേഴ്സ്, ഇവൾ സപ്പോർട്ടറാണ്, ഇവൾ സ്റ്റുഡൻ്റാണ്. അവൻ്റെ കേസ് ഇവളുടെ തലയിലോട്ട് കെട്ടിവെക്കാൻ നോക്കി. ഒന്നുമില്ലെന്നേ, റെക്കമെൻഡേഷൻ ഇല്ല, കൈ കൊടുക്കാൻ പൗണ്ടൊന്നും ഇല്ലെന്ന്, കൈക്കൂലി കൊടുക്കാനൊന്നും കാശില്ലെന്ന്. ആകപ്പാടെയുള്ള ഈ അമ്മയുടെ കണ്ണീരുണ്ട്. പ്രാർത്ഥിച്ചു. അവർ പറയുക എന്തോ ചൊവ്വാഴ്ച കഥകളൊക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടോ ബാക്കി. അവസാനം ചെന്നൊരു ചൊവ്വാഴ്ച ഈ സായിപ്പന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സായിപ്പന്മാർ പറഞ്ഞു, there will not be any further action against you. നിനക്കെതിരായിട്ട് ഇനി ഒരു നടപടികളുമില്ല, എന്റെ കൊച്ചു വീട്ടിൽ പോകാൻ നോക്ക്. വിശ്വസിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് എന്ത് പറ്റിയെന്ന് വിചാരിച്ചത് കൈയൊടിച്ച് കർത്താവിന് നന്ദി പറ. നമ്മളെ ദൈവം ഇങ്ങനെ ഭൂമിയിലോട്ട് ഇറങ്ങി വരും മക്കളെ. അതാ ഞാൻ നിങ്ങൾ കണ്ടോ, നിങ്ങൾ കേട്ടോ? ഹല്ലേലൂയ. ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക, എന്താണ് നീ പ്രവർത്തിക്കുക? പെട്ടെന്ന് പറഞ്ഞു നോക്കാം. അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. പറയാ ഞങ്ങളുടെ അപ്പൂപ്പന്, മോശ അപ്പൂപ്പന്റെ കൂടെ ഇറങ്ങി വന്നവർക്ക് അന്ന് ദൈവമായ കർത്താവ് യഹോവയായ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. ഞാൻ വ്യാഖ്യാനിക്കണില്ല, കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. മരുഭൂമിയിൽ വിശന്നപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം വീണത്രേ. അടുത്ത ചോദ്യം നോക്കുകൊട്ട, ഇതാ യോഹന്നാന്റെ സുവിശേഷത്തിന് തീയ. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാ. എന്റെ അപ്പനാടാ നിനക്ക് അപ്പം തന്നത്. ഹല്ലേലൂയ. എന്റെ പിതാവാണ് സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം തന്നത്. ഹല്ലേലൂയ. എന്റെ പിതാവാണ് സ്വർഗ്ഗത്തിൽ നിന്നും യഥാർത്ഥമായ അപ്പം തരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് അപ്പം തന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പിതാവാ. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നവരത്ര ഞാനാണ് യഥാർത്ഥ അപ്പം. ദിവ്യകാരുണ്യമാണ് യഥാർത്ഥ അപ്പം. ക്രിസ്തുവാണ് യഥാർത്ഥ അപ്പം, ജീവൻ തരുന്ന അപ്പം. എഴുന്നേറ്റ് ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയേ, ഒച്ചത്തിൽ വിളിക്കുക ഈശോയേ, ഒച്ചത്തിൽ വിളിക്കുക ഈശോയേ, ഈശോയേ, ഈശോയേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ